ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. നാം ഈ ദിവസങ്ങളിലെല്ലാം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള പോകുന്ന യാത്രയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മൾക്ക് ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അതിന് ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. കുഞ്ഞുങ്ങൾ വാക്യമെല്ലാം പഠിക്കുന്നുണ്ടെന്ന് അമ്മച്ചി വിചാരിക്കുന്നു. വാക്യം പഠിക്കണം, കാരണം അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ വാക്യം നമ്മുടെ ഹൃദയത്തിലിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് വാക്യം പഠിക്കുവാൻ ഒരിക്കലും മടി വിചാരിക്കരുത്. ഇന്ന് നമുക്ക് പുറപ്പാട് 16-ാം വാക്യം പഠിക്കാം. യഹോവ മോശയോട്, ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നീ അവരോട് സംസാരിച്ച്, നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് പറയുക എന്ന് കൽപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്രായേൽ മക്കൾ പിറുപിറുത്തപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങളുടെ പിറുപിറുപ്പെല്ലാം ഞാൻ കേട്ടിരിക്കുന്നു. മോശയുടെ നേരെയാണ് അവർ പിറുപിറുത്തത്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പിറുപിറുപ്പ് എല്ലാം ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ വാക്യം പഠിക്കണം കേട്ടോ. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു. 3 ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. അവർ മാറയിലെത്തി. മാറയിലെ വെള്ളം കയ്പുള്ളതായിരുന്നു. അവർ മോശയുടെ നേരെ പിറുപിറുത്തു. മോശ ദൈവത്തോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വിഷം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. എന്ത് അത്ഭുതമാണ് അവിടെ നടന്നതെന്ന് ഓർത്ത് നോക്കിക്കേ. കയ്പുള്ള വെള്ളം മധുരമാക്കി തീർത്തു. അത് ദൈവത്താൽ മാത്രമാണ് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവം സൃഷ്ടികർത്താവാണ്. അതുകൊണ്ട് എല്ലാ സൃഷ്ടികളും അവനെ അനുസരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ മധുരമുള്ള വെള്ളം കുടിച്ച് യാത്ര തുടർന്നു. അവർ ഭക്ഷണത്തിന് പിറുപിറുത്തു. മോശ പറഞ്ഞു, ഞാൻ എന്തുള്ളൂ, നിങ്ങൾ ദൈവത്തോടാണ് പിറുപിറുക്കുന്നത്. നിങ്ങൾ പിറുപിറുത്ത് ദൈവത്തോട് പാപം ചെയ്യരുത്. യഹോവ മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു. നിങ്ങൾ വൈകുന്നേരം മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി. അവർ കാടകളെ പിടിച്ചു. എന്നാൽ കാട ഇറച്ചി വായിലിരിക്കുമ്പോൾ തന്നെ യഹോവയുടെ കോപം ജ്വലിച്ചു. അവർ പിറുപിറുത്തത് മുഖാന്തരം ദൈവം ബാധ കൊണ്ട് അവരെ സംഹരിച്ചു. പാപം ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. പ്രഭാതകാലത്ത് ചെതുമ്പലിൻ്റെ മാതിരിയിൽ ഒരു വസ്തു നിലത്ത് കിടന്നു. അത് മന്നയായിരുന്നു. മന്ന കൊത്തമ്പാലരി പോലെ വെള്ള നിറമുള്ളതും തേൻകൂട്ടി ദോശയോടൊത്ത് രുചിയുള്ളതും ആയിരുന്നു. ആളൊന്നിന് ഇടങ്ങഴി എടുക്കണം. പിറ്റേ നാളത്തേക്ക് ഒട്ടും ശേഷിപ്പിക്കരുത്. ശേഷിപ്പിച്ചാൽ അത് നാറിപ്പോകും. എന്നാൽ 6-ാം ദിവസം 2 ദിവസത്തേക്കുള്ളത് ശേഖരിക്കണം, കാരണം അത് ശബത്താകുന്നു. ഭക്ഷണം നാറിപ്പോകുകയില്ല. ചുടുവാനുള്ളത് ചുട്ടും പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്തും വെക്കണം. നാളത്തേക്ക് എടുത്ത് വെക്കണം. 6-ാം ദിവസം മാത്രം. അന്ന് ജോലി ഒന്നും ചെയ്യരുത്. അത് യഹോവയുടെ ശബത്താകുന്നു. യഹോവ മോശയോട് പറഞ്ഞു, ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മന്ന ഇട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുക. അഹരോൻ അത് ദൈവസന്നിധിയിൽ വെച്ചു. കനാൻ ദേശത്ത് എത്തുവോളം മരുഭൂമിയിൽ അവർ മന്ന ഭക്ഷിച്ചു. ഇതിൽ അനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് പിറുപിറുപ്പ് പാപമാണ്. അതുകൊണ്ട് നാം പിറുപിറുക്കരുത്. എല്ലാ പിറുപിറുപ്പും ദൈവത്തോടാണ്. പിറുപിറുപ്പ് കാരണം അനേകർ ബാധ കൊണ്ട് മരിക്കുവാനിടയായി. നാം പിറുപിറുത്താൽ ദൈവം നമ്മളെ തീർച്ചയായും ശിക്ഷിക്കും. മൂന്നാമതായിട്ട് മരുഭൂമിയിൽ ദൈവം തൻ്റെ ജനത്തിന് അപ്പവും ഇറച്ചിയും കൊടുക്കുന്നു. ദൈവം സർവശക്തനാണ്. 4-ാമതായി മരുഭൂമിയിലെ മാറയിലെ വെള്ളം ദൈവം മധുരമാക്കി കൊടുത്തു. നമ്മുടെ ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ സന്തോഷമാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അവൻ മനസ്സുള്ളവനുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണമേ. വിശ്വാസത്തോടുകൂടി ഓരോ ദിവസവും ജീവിപ്പാൻ സഹായിക്കണമേ. പരീക്ഷയിൽ കടക്കാതെ കൊണ്ട് ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് ചുറ്റും തിമതലായിട്ടിരുന്ന് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റുമുള്ളതുകൊണ്ട് സ്തോത്രം. അങ്ങയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ സ്നേഹിച്ച കർത്താവ് എത്ര സർവ്വശക്തനാണ് എന്നുള്ളതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ രക്ഷിച്ച കർത്താവിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈയമർത്താൻ മറക്കരുത്. ഓക്കെ കുഞ്ഞുങ്ങളെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.